ക്രേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ വെക്കേഷനാണ്. ഇത് വീഡിയോ എടുക്കുന്ന ആൾക്കും വെക്കേഷനാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു മുറ്റത്തുള്ള കുറച്ച് ചെടികളെ ഒന്ന് കാണിച്ചാൽ എന്താ, എന്തോരം ചെടികളാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഇത് രസമായിട്ട് നിൽക്കുകയാണ്. അപ്പം അങ്ങനെ എൻ്റെ മുറ്റത്തുള്ള കുറച്ച് ചെടികളെ ഞാനൊന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പം കാണാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഇലകൾക്ക് വളരെ ഭംഗിയുള്ള ഗ്ലോറിസം ചെടിയാണിത്. ഈ അധികം വെയിൽ വേണ്ടാത്ത നല്ല തണലിനെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. വളരെ ഭംഗിയായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മനോഹര ചെടിയാണിത്. ഒരു മാസം മുമ്പ് വിരിഞ്ഞ ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണിത്. യെല്ലോ കളറിലുള്ള ഈ സുന്ദരിയെ കാണാൻ എന്തു മനോഹരിയാണെന്നറിയാവോ? അത് മാത്രമല്ല, ഗ്രൗണ്ട് ഓർക്കിഡുകൾ നല്ല വെയിലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് നാൾ നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ വലിയൊരു പ്രത്യേകതയായിട്ട് കാണുന്നത്. എന്തായാലും വളരെ വളരെ ഭംഗിയുള്ള ഒരുപാട് ഗ്രൗണ്ട് ഓർക്കിഡുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ ഒന്നിലും മാത്രമാണ് പൂവുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ചെടി ഒരു ഹാങ്ങിങ് പ്ലാന്റ് അല്ല എങ്കിൽ പോലും ഇതിൻ്റെ ഒരു മനോഹാരിത ഒന്ന് നോക്കിക്കേ. ഒരു അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേക ഭംഗിയാണ്. അധികം വെയിൽ വേണ്ടാത്ത നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. എൻ്റെ കയ്യിൽ ഇത് നല്ല ഒരുപാട് ചട്ടികളിൽ ഇരിപ്പുണ്ടെങ്കിൽ പോലും ഒരെണ്ണമാണ് ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നോക്കിക്കുക, അയ്യോ എന്തൊരു ഭംഗിയുള്ള കാക്ടസ് ആണല്ലേ! നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഈ കാക്ടസിൻ്റെ ലീഫ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഗ്രീനും എൻ്റെ കയ്യിലുണ്ട്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നല്ല ഹൈറ്റ് വയ്ക്കുന്ന ഈ ചെടി വളരെ വളരെ സുന്ദരിയാണ്. നീലക്കൊടുവേലി അല്ലേ, നമ്മുടെ ആട് സിനിമയിലുള്ള നീലക്കൊടുവേലി, എല്ലാവർക്കും സുപരിചിതമാണ് ആ ഒരു പേര്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പൂവ് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എങ്കിൽ പോലും എല്ലായിടത്തൊക്കെ കാണും കേട്ടോ. എങ്കിൽ പോലും ഈ ഒരു രസമുള്ള പൂവിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളതാണ്. നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. നല്ല നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് ഈ പൂവ്. പിന്നെ നമ്മുടെ വിൻകകളെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഹാങ്ങിങ് വിൻകകളും അതുപോലെ തന്നെ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ വളരെ കുറ്റിയായിട്ട് നിർത്താൻ പറ്റിയ വിൻകകളും ഒക്കെയുണ്ട്. എൻ്റെ കയ്യിൽ ഒരു 6 ടൈപ്പ് വിൻകയാണുള്ളത്. എന്നും പൂവാണ്. ഇത് നോക്കിക്കേ, ഒരു നല്ലൊരു ബൊഗൻവില്ല കണ്ടോ? നല്ല ഭംഗിയുള്ള ഈ ബൊഗൻവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കാക്ടസുകൾ ഒരുപാട് പരിചരണം വേണ്ടാത്തൊരു ചെടിയാണ്. എന്നാൽ അവയുടെ മുള്ളൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേദനയാണ് കേട്ടോ. ഈ ഒരു ചെടി കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഇത് നല്ല വലിപ്പമുള്ളതാണ്, നല്ല ഭംഗിയുള്ള ലീഫാണ്. പക്ഷേ ഇതിൻ്റെ മുള്ളുകൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ദേഹത്ത് കുത്തിയാൽ അത്യാവശ്യം നല്ല വേദനയാണ്. എങ്കിൽ പോലും ചട്ടിയിൽ നിൽക്കുന്ന ഈ ഒരു ചെടി ഒന്ന് കാണിക്കാനായിട്ട് എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇത് നോക്കിക്കേ, നമ്മുടെ നല്ല ഭംഗിയുള്ള ഹെലിക്കോണിയ. അത് വേരിഗേറ്റഡ് ലീഫാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. ഹെലിക്കോണിയകൾ നമ്മുടെ വീടിൻ്റെ പുതിയ വീട് വയ്ക്കുവാണെങ്കിലും ഒക്കെ മതിലായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഒന്നാന്തരം ചെടിയാണ്. ഇനി ഇത് ചട്ടിയിൽ നിർത്തിയാലോ അതിലേറെ ഭംഗിയാണ്. നല്ല പൂക്കളും അതിൻ്റെ ഇലകൾക്കാണെങ്കിൽ അതിമനോഹരവുമാണ്. ആ ഇലകൾ നോക്കി എന്ത് രസമാണ്. കുറച്ച് വെയിലിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇവ നല്ല ഭംഗിയാണ്. പിന്നെ നോക്കിക്കേ, ഇത് എന്തൊരു ഭംഗിയുള്ള റോസിഡകളാണ്. റോസിഡയുടെ ഈ ഒരു മഞ്ഞ സുന്ദരിയെ കാണാൻ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. അത്യാവശ്യം വെയിലിനെ ഇഷ്ടപ്പെടുന്ന ഈ റോസിഡ എൻ്റെ കയ്യിൽ 2 വലിപ്പമുള്ള ചെടികളാണുള്ളത്. നല്ല ഭംഗിയുള്ള ഈ റോസിഡ പൂക്കൾ അധിക ദിവസമൊന്നും നിൽക്കുകയില്ല. എങ്കിൽ പോലും ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം അങ്ങ് വന്നുകൊണ്ടിരിക്കും. ഇത് നോക്കിക്കാനത്ത് മൊട്ടുകൾ കണ്ടോ? ആ മൊട്ടുകളൊക്കെ ഇനി വിടരാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഈ റോസിഡിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല വെയിൽ വേണം കേട്ടോ, അത്യാവശ്യം നനവും വേണം. അതുപോലെ വെയിലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ റോസിഡകൾ. 2 നിറമുള്ളതുണ്ട്, ചുവപ്പും മഞ്ഞയും. അയ്യോ, ഇതാണ് ബ്രോംലിയാഡ്. നെയിൽ പോളിഷ് ഇട്ടതുപോലെയാണ് അതിൻ്റെ ഇലകളുടെ ആ ഒരു ഭംഗി കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും അതിൻ്റെ തുമ്പുവശത്ത് മാത്രമാണ് ആ ഒരു പിങ്ക് കളർ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പൂവും ഇതിലുണ്ടാക്കും. അത് വല്ലപ്പോഴുമേ ഉണ്ടാവുകയുള്ളൂ. അത് നല്ലൊരു വയലറ്റ് നിറമുള്ള പൂവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളത്തെ അതിൻ്റെ ആ ഇലകളിൽ തന്നെ സൂക്ഷിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് ചെടികളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ഒക്കെ തരാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ എത്താം കേട്ടോ. അതുവരെ ടാറ്റാ.